എവിടെ ആര് കസറായി നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാതെ നിസ്കരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത ഒരു നമസ്കാരവുമില്ല. എങ്ങനെയാ പേര് പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. അങ്ങകല മദീനയിലെ ആ റൗളാ ശരീഫിൽ കഴിയുന്ന നബിയേ, അവിടുത്തെയുടെ മേലെന്ന് അങ്ങ് അകലെ പറയുന്ന, അങ്ങ് അകലെ കിടക്കുന്ന ഒരാളോട് പറയുന്നതോൺ അസ്സലാമു അലൈഹി എന്നല്ല, അസ്സലാമു അലാ മുഹമ്മദിൻ എന്നല്ല, അസ്സലാമു അലൻ നബി എന്നല്ല, അസ്സലാമു അലൈക, അസ്സലാമു അലൈക, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. ഞാൻ ഈ നമസ്കരിക്കുന്ന പള്ളിയിൽ എന്റെ കൂടുള്ള, എന്നോടൊപ്പമുള്ള വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളിലുണ്ട്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളിലുണ്ട്. നിങ്ങളുടെ കൂടുണ്ടെന്നല്ല, നിങ്ങളുടെ ഒപ്പമുണ്ടെന്നല്ല, നിങ്ങളുടെ അടുത്തുണ്ടെന്നല്ല, നിങ്ങളുടെ അയലത്തുണ്ടെന്നല്ല. അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അബ്ദുന്നാസർ മൗദനിയിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ആയിരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. ലോകത്തെ കോടാനുകോടി വിശ്വാസികളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ട്. ആ തന്നോടൊപ്പമുള്ള, തന്നിലുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത്, അസ്സലാമു അലൈക നബിയേ, എന്റെ കൂടുള്ള, എന്നോടൊപ്പമുള്ള നബിയേ, അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരില് ലോകത്തെ കോടാനുകോടി പള്ളികളിൽ നിന്ന് റസൂലുള്ളാഹിക്ക് നബിയെ, അങ്ങയുടെ പേരിൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അപ്പ പ്രത്യുത്തരം നൽകും മക്കളെ, അപ്പ പ്രതികരിക്കും മക്കളെ. വഅലൈക്കുമുസ്സലാം, അള്ളാഹുവിന്റെ ഹബീബ് സലാം അടക്കും, യാതൊരു സംശയവും വേണ്ട. ഇത് വിശ്വസിച്ചാലേ മുസ്ലിമാവുകയുള്ളൂ, ഇത് വിശ്വസിച്ചാലേ മുഅ്മിനാവുകയുള്ളൂ. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എനിക്ക് ജയിലിൽ വെച്ചുണ്ടായ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അല്ലാഹ് തന്ന അനുഗ്രഹം, ഞാൻ എന്റെ ജീവിതത്തിൽ കാല് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല. പടച്ചോനെ എന്റെ കാല് പോയല്ലോ എന്ന് ഓർത്തിട്ട്, പടച്ചോൻ നിശ്ചയിച്ചു തന്നു. പക്ഷേ കാല് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിട്ടില്ല. അത് സന്തോഷിച്ചത് ഒരൊറ്റ പ്രാവശ്യം. എന്റെ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിന്റെ അടുക്കൽ പോയപ്പോൾ ഈ കാലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെളുപ്പാങ്കാലം വരെ അവിടെ നിന്നാലും എന്നെ അകത്തേക്ക് കയറ്റൂല. അപ്പോ എനിക്ക് അൽഹംദുലില്ലാഹ് എന്റെ കാലൊന്ന് പോയല്ലോ, അത് സന്തോഷമായല്ലോ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ രാത്രിയിൽ എന്റെ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തി, ആ തൊട്ടു മുമ്പിൽ എത്തി നിന്നിട്ട് എനിക്ക് ഹൃദയം നിറയെ സലാം പറയാൻ പറ്റിയത്. സന്തോഷിച്ചു. കാല് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് സന്തോഷം തോന്നിയ നിമിഷമാണ്.